കുറച്ച് നാൾ മുമ്പ് ടെലിപ്പോർട്ടേഷൻ അല്ലെങ്കിൽ മാറ്റർ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി ഞാൻ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയുടെ തുടക്കം രണ്ട് ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം മൂന്നാമതൊരു ഒബ്ജക്റ്റ് അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ അപ്പിയർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒബ്ജക്റ്റ് ഇങ്ങനെ മങ്ങി മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ ഒബ്ജക്റ്റ് മങ്ങിപ്പോവും, അതിനുശേഷം അതിന്റെ അപ്പുറത്ത് പുതിയൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒന്ന് അപ്പിയർ ചെയ്യും. ഇത് നമ്മൾ വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റ് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന സ്ഥലത്ത് റീഅപ്പിയർ ചെയ്യുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ വെറും തിയറട്ടിക്കൽ സയൻസ് മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ടെലിപ്പോർട്ടേഷന്റെ ശരിക്കുള്ള യഥാർത്ഥ എക്സാമ്പിൾ ആണ് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസംബർ 27 ചൈനയിൽ നിന്നെടുത്ത ഒരു ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം കണ്ടത്. പിന്നെ ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നല്ല ക്ലാരിറ്റിയോടെ കിട്ടിയേക്കുന്ന ഒരു UFO ഫുട്ടേജ് ആണ് ഇത്. ഇതിപ്പോ ടെലിപ്പോർട്ടേഷൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ പറയുന്ന UFO അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ ടെക്നോളജി എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. അവരുടെ കൈവശമുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. ചിലപ്പോ ഈ സംഭവം ശരിക്കും ടെലിപ്പോർട്ടേഷൻ ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവരൊരു മൾട്ടി ഡയമെൻഷണൽ സ്പീഷീസ് ആയിരിക്കാം. അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് ഇപ്പൊ 3 ഡയമെൻഷനിലാണ് ഉള്ളത്, അതിനുശേഷം അത് വേറൊരു ഡയമെൻഷനിലേക്ക് പോവുകയും അത് പിന്നെ 3rd ഡയമെൻഷനിലേക്ക് വന്നിട്ട് റീഅപ്പിയർ ചെയ്യുന്ന ഒരു ഇവന്റ് ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. അതായത് UFOയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു മിനോവർ ആയിരിക്കും. പക്ഷെ ഒരു 3 ഡയമെൻഷനിൽ ജീവിക്കുന്ന നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ മങ്ങി പോവുകയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് റീഅപ്പിയർ ചെയ്യുന്ന ഒരു വിഷ്വലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ് ഉള്ളതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു റിംഗ് പോലത്തെ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോ ഈ കണ്ടത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, പലയിടത്തും ഇതേപോലെ ഒരിടത്ത് ഇങ്ങനെ അപ്പിയർ ചെയ്യും പിന്നെ റീഅപ്പിയർ ചെയ്യും, അപ്പിയർ ചെയ്യും റീഅപ്പിയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലയിടത്തും പല സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അടുത്ത വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ തന്നെ ഈ UFO നോർമലി നമ്മൾ കണ്ട പോലെ തന്നെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം വളരെ സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് സ്പേസിലേക്ക് പോകുന്നത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നത് പോലെ തന്നെ ഇതൊരു മാൻഡ് ഡ്രോൺ ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള മിനോർ ഒരിക്കലും ഇതിന് ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കാം, അതവിടെ കംപ്ലീറ്റ്ലി വളരെ സ്ലോ പേസിലാണ് അത് ആദ്യം പോകുന്നത്. പെട്ടെന്ന് സ്കൈ റോക്കറ്റ് ചെയ്ത് ആകാശത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കൺവെൻഷനൽ ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. അതായത് ഈ UFO പല മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് പെയർ ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അടുത്ത വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇത് സംഭവിക്കുന്നത് ഡിസംബർ 13 ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. അതും നിങ്ങൾ ഈ സിറ്റുവേഷൻ ആലോചിക്കാം, അത്യാവശ്യം ഒരു വൈകുന്നേര സമയമെന്ന് തോന്നുന്നു. പക്ഷേ ഈ വൈകുന്നേര സമയത്ത് പോലും തന്നെ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു ഇവന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതും ഈ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിന്റെ അടിയിൽ കൂടെ വരുന്നത് കൊണ്ട് തന്നെ ആ വെള്ളം, ആ ഒരു പാച്ച്, വെള്ളത്തിന്റെ ആ ഒരു സ്ഥലം ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല വെള്ളത്തിൽ നിന്നൊന്ന് ഈ ഒരു ഒബ്ജക്റ്റ് വളരെ സ്ലോ പേസിൽ തന്നെ അതേ സ്പീഡിൽ തന്നെ ആകാശത്തേക്ക് പറന്നുയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോ ഒരു മാൻഡ് അല്ലെങ്കിൽ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം, ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. അതായത് എങ്ങനെ പോയാലും ഒരു 1000-2000 വാട്ട്സ് ലൈറ്റ് എങ്കിലും ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പവർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബീഫി ആയിട്ടുള്ള ഒരു ബാറ്ററി വേണം. അതുമാത്രമല്ല ഇത്രയും കാര്യങ്ങൾ പറക്കും കൂടി ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററി ഒക്കെ മനുഷ്യരുടെ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഒരിക്കലും ഒരു മാൻഡ് എയർക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിലൂടെ, സ്പേസിലൂടെ, എയറിലൂടെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന എന്തോ ഒരു ടെക്നോളജിയാണ് നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ 23 ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന ഒരു ഇവന്റ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതായത് ഒരു 3 ലൈറ്റ്, അതും ഫോർമേഷനിൽ ഇങ്ങനെ പയ്യെ ആകാശത്തൂടെ ക്രൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഒരു ഡ്രോൺ ആണെന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അത്യാവശ്യം ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ സംഭവം പറക്കുന്നത്. അതും ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇത് എമിറ്റും ചെയ്യുന്നുണ്ട്. വളരെ സൈലന്റ് ആയിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് കാണുമ്പോൾ ഇതൊരു സാറ്റലൈറ്റ് ആയിക്കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഈ ഒരു സംഭവം ക്ലൗഡ്സിന്റെ അടിയിൽ കൂടെയാണ് പറക്കുന്നത്.
ഏകദേശം ഇതേപോലത്തെ ഒരു ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അപ്പൊ ഈ ഫുട്ടേജിന്റെ അകത്ത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, അതായത് ഈ പറയുന്ന UFO ഒരുപാട് ഇങ്ങനെ ആകാശത്ത് പൊങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറച്ച് സീരിയസ് ആണ്. അതായത് ഒരു തിയറി ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അടുത്ത ഫുട്ടേജ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫുട്ടേജ് എടുത്തത്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഇത്ര നാളായിട്ടും UFOസിനെ പറ്റി വാർത്തകളിലും വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം നേരിട്ട് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലിയുടെ റെസ്പോൺസ് നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. What am I looking at right now? What is going on? എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മിസ്റ്ററി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ന്യൂജേഴ്സിയിലെ മേയർ അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് കള്ളം പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒളിച്ചു വെക്കുകയാണ്, ഇവർക്ക് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ശരിക്കും ആൾക്കാരോട് തുറന്നു പറയാം. അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പബ്ലിസൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ മേയർ അടക്കം ഇങ്ങനെ പറയുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ UFO സൈറ്റിങ്സ് ഒട്ടുമിക്കതും കണ്ടുവരുന്നത് അത്യാവശ്യം പവർ പ്ലാന്റ് ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അതായത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിക്കോട്ടെ, ഇടിമിന്നൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പൊ UK ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അടുത്ത് കണ്ടുവരുന്ന ഒരു UFO സൈറ്റിംഗ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഒറ്റ സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ ബ്രൈറ്റ് ആയിട്ടുള്ള UFO ആയിട്ട് തോന്നുമെങ്കിലും ഇതൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള UFO നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു 8 UFO എങ്കിലും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ എന്തെങ്കിലും ഒരു ഫ്ലെയർ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവിടുത്തെ എക്സോസ് ഗ്യാസസ് ഇങ്ങനെ കത്തിച്ച് കളയുന്ന ഒരു സിസ്റ്റം ആയിരിക്കുമോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. പക്ഷെ ഓയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ക്ലിയർലി ഇതെന്തൊരു നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് ആവാനാണ് സാധ്യത. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, അവരുടെ മെനൂവർ അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷനിങ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. വളരെ റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ്. പക്ഷെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു ലൈറ്റ് ഒക്കെയാണ് ശരിക്കും എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിപ്പോ ഒരു ഡ്രോൺ ആണെങ്കിൽ അതിന്റെ ചാർജ് എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് തീരും. കാരണം ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്, അതിനോടൊപ്പം ഇത് കൺട്രോൾ ചെയ്യണം, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോൺ അല്ല, ഇതൊരു മാൻമേഡ് ഒബ്ജക്റ്റ് അല്ല, ഇത് എന്തോ സംഭവമാണ്. അത് നമുക്ക് ഇനി വരുന്ന നാളുകൾ കൊണ്ട് അറിയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന UFO സൈറ്റിങ്സ് നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ പേഴ്സണലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് തന്നെ നടക്കുന്ന ഒരു കോണ്ടിനെന്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിൽ ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ തന്നെ കടലിന്റെ മുകളിൽ ഒരുപാട് ക്ലൗഡിന്റെ ഫോർമേഷൻ പോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു മേഘത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവം എന്ന് വിചാരിക്കാം. പക്ഷെ ഇതിന്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. അതായത് എല്ലാ ഒബ്ജക്റ്റിനും ഒരേ വലിപ്പം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ലോകത്ത് മറ്റിടത്ത് കണ്ടുവരുന്ന UFO സൈറ്റിങ്സ് പോലെ തന്നെ വളരെ റാൻഡം ആയിട്ടുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോ ഒരു ക്ലൗഡ് ഫോർമേഷൻ ആണെന്ന് പറയുന്നവരോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത മേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ മേഘം അവിടുന്ന് മൂവ് ചെയ്യുന്നത്, അതായത് കാറ്റിനനുസരിച്ച് അതിങ്ങനെ അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഒബ്ജക്റ്റിന്, ഈ റാൻഡം ആയിട്ടുള്ള ഒബ്ജക്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അനങ്ങാണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് PK സിനിമയിലത്തെ ഫസ്റ്റത്തെ ഷോട്ടാണ്. അതായത് മേഘം പോലത്തെ ഒരു ഫോർമേഷന്റെ അകത്തൂടെയാണ് ഈ അവരുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഏകദേശം അതേപോലത്തെ ഒരു രൂപം തന്നെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, അതായത് ഈ കാണുന്നത് ഒരു ഫ്ലൈറ്റിന്റെ ലൈറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെലികോപ്റ്ററിന്റെ ലൈറ്റ് ആയിരിക്കില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ക്ലിയർലി ഒരു ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോ ഫോർഗ്രൗണ്ടിലോ എവിടെയോ ഈ പറയുന്ന പോലെ UFO ഇങ്ങനെ ഒരു 4 UFOയുടെ സംഭവം ഇങ്ങനെ ആകാശത്ത് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് മാൻമേഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും മാൻമേഡ് അല്ലാത്തൊരു ഒബ്ജക്റ്റിന്റെ ഡിഫറൻസ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനേലും എന്തൊരു ബ്രൈറ്റ് ആണ് ഈ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. FAAയുടെ റൂൾസ് അനുസരിച്ച് എയർക്രാഫ്റ്റ് ലൈറ്റ്സിന്റെ ബ്രൈറ്റ്നെസ് അത്യാവശ്യം കൂടുതലായിരിക്കണം, അതായത് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത്രയും ബ്രൈറ്റ് ആയിട്ട് പോലും ഈ UAPസിന്റെ ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മങ്ങിയ ലൈറ്റ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സിൻസിയർ ആയിട്ട് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ഒറിജിനൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, അത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു കെട്ടുകഥ, ഒരു സ്റ്റോറി, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. നമ്മുടെ ലോകത്ത് ശരിക്കും ആൾക്കാർ ഡെയിലി കണ്ടുവന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണെന്നതിനുപരി
ഇതിന്റെ വർക്കിംഗ് എന്താണ്, ഇതിന്റെ ടെക്നോളജി എന്താണ്, അതൊക്കെയാണ് ശരിക്കും എന്റെ തലയിലുള്ളത്. ഒരുപാട് ആൾക്കാർ പറയുന്നത് 2025, 26, 27 ഈ 3 വർഷത്തിനുള്ളിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് UAP എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഇവന്റ്സ് ആയി മാറുന്നതാണ്. അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ശരിക്കും നോക്കി കാണാം. എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത ഇൻസിഡന്റ് സംഭവിക്കുന്നത് ഇതേ ദിവസം തന്നെയാണ്, ഡിസംബർ 24-ാം തീയതി. ഇത് നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ കണ്ടപോലെ തന്നെ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഇങ്ങനെ ഹൊറൈസണിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിയറിയിലേക്ക് വരാം. അതായത് ഗൂഗിളിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടറായ ബിലോ എന്ന് പേരുള്ള സംഭവത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സാധാരണ കമ്പ്യൂട്ടർ പോലെയല്ല. അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും സീറോസിലും വൺസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ സീറോസും വൺസും അറ്റ് എ ടൈം വർക്ക് ചെയ്യും. അതായത് ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് സംഭവിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സയൻസ് വീഡിയോ തന്നെയാണ്. അപ്പൊ നമുക്കത് വേറെ ദിവസത്തേക്ക് മാറ്റിയേക്കാം. പക്ഷെ ഒരു കമ്പാരിസന് വേണ്ടി നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എടുക്കാം. അതിനൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യണമെങ്കിൽ 10 സെപ്റ്റില്യൺ വർഷങ്ങൾ എടുക്കും. അതായത് 10⁻25 ഇയേഴ്സ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതും സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. നേരെ മറിച്ച് ഇതേ കാൽക്കുലേഷൻ ഈ പറയുന്ന ഗൂഗിളിന്റെ ആ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ഇടുകയാണെങ്കിൽ അത് വെറും 5 മിനിറ്റ് ചെയ്ത് തീർക്കും. അപ്പൊ തന്നെ ഇതിന്റെ റേഞ്ച് എന്തോരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. മനുഷ്യരാണ് ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അതായത് ഇതിന്റെ ടെക്നോളജിയും ഇത് വർക്കിംഗ് അതിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയെടുത്തത് മനുഷ്യരാണ്. പക്ഷെ എങ്ങനെയാണ് ഇത്രയും സ്പീഡിൽ ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുന്നതെന്ന് ഇത് ഉണ്ടാക്കിയ ഗൂഗിളിന്റെ ആൾക്കാർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയവർക്ക് പോലും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അത്രയും ടെക്നോളജിയാണ് ശരിക്കും നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. ഇതിനുള്ളൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആണ് ഒരുപാട് ആൾക്കാർ തിയറിറ്റിക്കലി പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഈ സിസ്റ്റം പല ഡയമെൻഷൻസിനെയും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം. അതായത് നമുക്ക് അതിനെ പറ്റി ആരും അറിയില്ല, പക്ഷെ ഈ സിസ്റ്റം ഒടുക്കത്തെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പല ഡയമെൻഷൻസിനെയും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനാണ്. ചിലപ്പോൾ ഇതൊരു 4th ഡയമെൻഷൻ, അത് ടൈമാണെന്ന് വിചാരിക്കാം. ഒരു 5th ഡയമെൻഷനോ 6th ഡയമെൻഷൻ, അതൊരു ഹയർ ഡയമെൻഷനെ ആക്സസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം. അപ്പൊ മനുഷ്യര് ഈ പറയുന്ന ഹയർ ഡയമെൻഷൻസിലേക്ക് എത്തിയപ്പോൾ, ഇതിപ്പോ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഇതൊരു തിയറി മാത്രമാണ്. അപ്പൊ മനുഷ്യര് ഈ പറയുന്ന ഹയർ ഡയമെൻഷൻസിലേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഈ പറയുന്ന UFO അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഡയമെൻഷനിലും ജീവിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അവർ പല ഡയമെൻഷനിൽ യാത്ര ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഡിസപ്പിയർ ആകുന്നത്, റീഅപ്പിയർ ആവുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കി. ആ മെഷീന് ഇവരുടെ ഡയമെൻഷനും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവരുടെ ആ ഒരു പ്രസൻസ്, അതായത് നമ്മുടെ കൂടെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, കാരണം അവർ വേറൊരു ഡയമെൻഷനാണ്. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് നമ്മളിങ്ങനെ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ അവരിവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കും പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ലോകമെമ്പാടും കാണുന്നത്. ഇതൊരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ല. പല തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റും പറയുന്ന പോലെ ഇതിപ്പോ മൾട്ടിവേഴ്സോ പാരലൽ യൂണിവേഴ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊന്നും ശരിക്കും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് ഒഫീഷ്യൽസിന് പോലും കറക്റ്റ് ആയിട്ട് ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. ഇത്ര സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ലോകമെമ്പാടും നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഫേക്ക് ആണ്, ഇതൊക്കെ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ നാഷണൽ ന്യൂസ് ഒന്ന് എടുത്ത് നോക്കുക, അവിടെയുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ വേറൊരു ഡീറ്റെയിലും കൂടി ഞാൻ പറഞ്ഞുതരാം. ടിക്ടോക്ക് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ ഇന്ത്യയിൽ ബാൻഡ് ആണെങ്കിലും പല സ്ഥലത്തും ഈ സംഭവം ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പൊ അവരുടെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇവന്റ് UFO സംഭവങ്ങളൊക്കെ അവരിങ്ങനെ കാണുന്നതാണെങ്കിൽ അവർ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് ടിക്ടോക്കിൽ വീഡിയോ ഇടും. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ അവർ ഇടുന്നത് UFO UAP എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ എന്ത് റീസൺ കൊണ്ടാന്ന് എനിക്കറിയില്ല, ടിക്ടോക്ക് ഈ പറയുന്ന UFO UAP എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യില്ലേ ടിക്ടോക്കില്, അപ്പൊ നമ്മളിപ്പോ ടിക്ടോക്കിനകത്ത് UFO എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടില്ല. അത്തരത്തിലുള്ള വീഡിയോ സജഷൻസ് അവർ മനഃപൂർവ്വം റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ശരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ലോകത്ത് ശരിക്കും എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്, അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.